നരബലി നടന്ന പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിലെത്തിയ അഭിഭാഷക സംഘം കേസിന്റെ വിചാരണ നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് പ്രതിഭാഗം അഭിഭാഷകനും പ്രോസിക്യൂട്ടറും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. ഷിജോ, ഇത് പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ നടുക്കിയ സമാനതകളില്ലാത്തൊരു സീരിയൽ കില്ലിംഗിന്റെ വാർത്തയായിരുന്നു ഇലന്തൂർ നരബലി. ഈ നരബലിയിൽ വിചാരണ തുടങ്ങാൻ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായ ഒരു നടപടിക്രമമാണോ ഇപ്പോൾ പൂർത്തിയായത്? സുഹൈൽ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച പത്തനംതിട്ട ഇലന്തൂർ നരബലി നടന്നിട്ട് 3 വർഷവും 3 മാസങ്ങളും പിന്നിടുകയാണ്. പ്രതികൾക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല. പ്രതികൾ ജയിലിലാണ്. ഏതാണ്ട് ഈ മാസം 6-ാം തീയതി വരെ പ്രതികളെ വിചാരണ കോടതി റിമാൻഡിൽ വിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 വർഷവും 3 മാസവും കഴിഞ്ഞ കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള നൂലാമാലകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇങ്ങനെ വിചാരണ തുടങ്ങുന്നതിനകത്ത് നീണ്ടുപോയത്. പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിലടക്കമുള്ള ചില കാലതാമസങ്ങൾ ഈ വിചാരണ തുടങ്ങാനുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു. എന്തായാലും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് പ്രതിഭാഗം അഭിഭാഷകരും മറ്റുള്ള സംഘവും അതുപോലെ പ്രോസിക്യൂട്ടറും ഈ കുറ്റകൃത്യം നടന്ന ഇലന്തൂരിലെ വീട്ടിലെത്തി അവിടുത്തെ വിവരങ്ങളൊക്കെ ശേഖരിച്ചത്. പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ വീട്ടിൽ പ്രതികൾക്കൊപ്പം വന്ന് സന്ദർശിക്കണം എന്നുള്ളത്. പക്ഷേ പ്രതികളെ ആ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആവശ്യം വിചാരണ കോടതി ജഡ്ജി തള്ളുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകരും അവർക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥരും പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇലന്തൂരിലെ വീട്ടിലെത്തി അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം അവിടുന്ന് മടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പഠിച്ച് പൂർത്തിയാക്കി ഒരു റിപ്പോർട്ടാക്കി ഉൾപ്പെടുത്തിയതിനു ശേഷമായിരിക്കും വിചാരണ കോടതിയിൽ സമർപ്പിക്കുക. നാണംകെടുത്തൊരു വാർത്ത കൂടിയായിരുന്നു നരബലി. മനുഷ്യനെ ബലി കൊടുക്കുന്നു എന്ന വാർത്ത ഒരു സീരിയൽ കില്ലിംഗ് ആയിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ വിചാരണ തുടങ്ങാൻ പോകുന്നു. അതിന്റെ ഒരു സ്വാഭാവിക പ്രാഥമിക നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് പ്രതിഭാഗം അഭിഭാഷകനും പ്രോസിക്യൂട്ടറും സംഭവ സ്ഥലം സന്ദർശിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.